അത് കണക്ക് തന്നെ ഇത് മുക്കാലിക്ക് അര റെഡ്യൂസറാണ്. ഇതാണ് ഓസ് ഹോൾഡറാണ്. ഇവിടെ നമുക്ക് ഓസ് കണക്ട് ചെയ്യാം. ഇത് അതേ കണക്ക് തന്നെ ഈ റെഡ്യൂസറിലേക്ക് നമുക്ക് തിരിച്ചിങ്ങനെ കയറ്റാം. അതിന് ലീക്ക് വരാതിരിക്കാനാണ് ഇതിൽ നമ്മൾ ടഫ്ലോൺ ടൈപ്പ് ചുറ്റുന്നത്. ഇത് വന്നിട്ട് ഈ ഓസ് ഇങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യുക. അവിടെയും കണക്ട് ചെയ്ത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും അതേ കണക്കിന് ഈ എൻഡിലും ഇത് കണക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരളവിന് നമ്മളൊരു ടാങ്കോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ എന്തെങ്കിലും വെക്കുന്നെങ്കിൽ അതിൻ്റെ അളവിന് നമ്മളൊരു ഇതായിരിക്കും ചെയ്യുന്നത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലാണ് നമ്മൾ വെക്കുന്നത്. ഒരു 2 ലിറ്ററൊക്കെ വരുന്ന 1 ലിറ്ററൊക്കെ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നമ്മൾ ആ ഒരു ഇത് കട്ട് ചെയ്ത് എടുക്കുക. അതിൻ്റെ ഏറ്റവും താഴെ വശം, ഇപ്പം ബക്കറ്റ് എന്തെങ്കിലും വെക്കുന്നെങ്കിൽ അതിൻ്റെ താഴെ വശം ഈ അളവിന് കട്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ അകത്ത് ബക്കറ്റിൻ്റെ ഉൾഭാഗത്ത് ഇതും വെക്കണം. പുറത്ത് ഇത് ഈ ഹോൾ വഴി അകത്തേക്ക് കയറ്റിയിട്ട് ഇതും ഫുള്ളായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ടൈറ്റ് ആയി കഴിയുമ്പോൾ ഇവിടെ നിന്നും വെള്ളം ലീക്ക് വരത്തില്ല. ഇവിടെ അപ്പം ബക്കറ്റിൻ്റെ ആ ഒരു ഭാഗം ഒരിക്കും, ഇത് അകത്തും പോവും, ഇത് പുറത്തുമാണ് വരുന്നത്. ഇത് കയറ്റി നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് മുകളിലത്തെ ടാങ്കിലേക്കുള്ള കണക്ഷനും ആകും. ഈ സെയിം തന്നെ നമുക്ക് ഇപ്പം എന്താ പറയുക, നമുക്ക് ഒരു നല്ല ലാഭമുള്ള രീതിയിൽ ഒരു ചെറിയൊരു കൂട് എന്ന് പറയുമ്പോൾ ഇച്ചിരി പൈസയൊക്കെ കുറച്ചുള്ള രീതിയിലൊരു കൂട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വലിയ കൂടായിട്ട് ഇപ്പം 100-500 ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഇവിടെ ഒരു പീസും കൂടെ വെച്ചിട്ട് ഇവിടെ ഒരു വാൽവ് വെക്കും. നമ്മൾ ഇതിൻ്റെ പ്രഷർ കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഒരു വാൽവ് വെക്കും. അങ്ങനെയൊക്കെ സെറ്റ്. ഇപ്പം നമ്മൾ ചെറിയൊരു കൂടിൻ്റെ ഇതാണ് ഞാനിങ്ങനെ ഇപ്പം നമ്മൾ കൂട് സെറ്റ് ചെയ്തതിൻ്റെയാണ് ഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മളിപ്പം കപ്പും കൂടെ ഇത് ചെയ്യാം. ഇതിപ്പം ഇത് എല്ലാം സെപ്പറേറ്റാണ്. നമ്മൾ ഇതിലേക്ക് കപ്പും കയറ്റി ക്ലിപ്പ് ചെയ്താൽ മാത്രം മതി. ഇവിടെ വെള്ളം വീഴുകയും ചെയ്യും. ഇപ്പം താഴേക്ക് വെള്ളം പോവില്ല. അതാണ് തന്നെ ഈ യൂസ് ചെയ്തിരിക്കുന്നത് 90 അല്ല 360 ആണ് നിപ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാടകൾക്ക് ഇപ്പം സൈഡിൽ നിന്നും എല്ലാം കുത്തിയാൽ കിട്ടുന്ന രീതിയിലായിരിക്കണം. അപ്പം നമ്മൾ 360 ആംഗിളിലുള്ള നിപ്പിളാണ് വേണ്ടത്. 90 ആകുമ്പോൾ മേളിലേക്കും താഴേക്കും മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അത് നമ്മൾ കോഴികൾക്കാണ് സാധാരണ വെക്കാറുള്ളത്. ഇതിപ്പം ഇതാകുമ്പം നമ്മൾ 90 സൈഡിൽ നിന്ന് കുത്തിയാലും വെള്ളം ഇറ്റ് വീണുകൊണ്ടിരിക്കും. അപ്പോൾ സ്റ്റാൻഡിന് പകരം നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇപ്പം വളച്ച് സ്റ്റാൻഡിന് പകരം ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ എന്താ പറയുന്നത്, ഒരു ചെറിയൊരു കൂടാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വീടുകളിലാണെങ്കിൽ തന്നെ ഒരു ചെറിയൊരു പൊക്കോ എന്തെങ്കിലും അതിൻ്റെ പുറത്ത് വെച്ച് 25 കാടയെ വളർത്താവുന്ന ഒരു കൂടാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം നമ്മൾ മറ്റേതാകുമ്പോൾ ഇച്ചിരി കൂടെ വലിപ്പമുള്ള ഇതാണ്, നമ്മൾ ഫീഡർ കിട്ടും, അതാണ് നമ്മൾ വെക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ചിലവ് ചുരുങ്ങിയ രീതിയിലൊന്ന് ചെയ്തതാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ആർക്കും കൊടുക്കാനുള്ളതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒരു ഡെമോ ആയിട്ട് ചെയ്തതാണ്. ഇപ്പം നമ്മൾ താഴെ ഇത് കണ്ടു, ഈ മെഷ് തന്നെയാണ് നമ്മൾ താഴെയും യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഈ പച്ച കോട്ടിങ്ങുള്ള മെഷും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കാലടിയിലേക്ക് പോകാതിരിക്കാനാണ്. എന്നിട്ട് സൈഡും എല്ലാം ടൈ അടിച്ചിരിക്കുകയാണ്. കണ്ടോ, എഗ്ഗ് അതിൻ്റെ ഇടയിൽ കൂടെ കറക്റ്റായിട്ട് പോരുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ കൂടെ എഗ്ഗ് വരികയും ചെയ്യും. കറക്റ്റായിട്ട് ഒരു എഗ്ഗ് മേളിൽ നിന്ന് ഉരുണ്ട് വീഴുകയും ചെയ്യും. ആ ഒരു സ്ലോപ്പിലാണ് ചെയ്തിരിക്കുന്നത്. കാടകൾ നടക്കുമ്പോൾ അത് എഗ്ഗ് കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് വരികയും ചെയ്യും.